ഗൈസ് നമസ്കാരം, ഞാൻ ഷമീർ ഒരു മുൻകാല അത്ലറ്റാണ്. ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഒരു കാലത്ത് കേരളത്തിൻ്റെ തന്നെ നമ്പർ 1 സ്റ്റേഡിയമായ നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ മീഡിയക്കാർ പറയുന്ന പോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷട്ടറുള്ള ഡാം എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത്. ഈ സ്റ്റേഡിയത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് ഇൻ്റർനാഷണൽ താരങ്ങളും ഒരുപാട് ഒളിമ്പ്യന്മാരും പിറന്ന ഒരു ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇവിടെ ഉഷ് ചേച്ചി ഓടിയിട്ടുണ്ട്, ഷൈനി ചേച്ചി ഓടിയിട്ടുണ്ട്, അതിൽ പത്മിനി ചേച്ചി ഓടിയിട്ടുണ്ട്, വിനിച്ചേട്ടൻ ഓടിയിട്ടുണ്ട്, രാമേട്ടൻ ഓടിയിട്ടുണ്ട്, ലിജോട്ടുണ്ട്, ജോസഫ് ജെ ബ്രാഹ്മൺ, രഞ്ജിത് മഹേശ്വരിൽ ട്രിപ്പിൾ ജമ്പിൽ ഇതിനകത്താണ് രഞ്ജിത് മഹേശ്വരി പിറന്നത് തന്നെ. അപ്പോൾ ആ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. എത്രയും പെട്ടെന്ന് ഈ ഗ്രൗണ്ട് ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇതിൻ്റെ അധികാരികൾ ഈ വീഡിയോ എത്തിക്കുന്നവരെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ രഞ്ജിത് മഹേശ്വരി ജമ്പ് ഇതാണ് റൺവേയാണ്, ആ അവസ്ഥയാണ് ഇത്. അത് ജമ്പിൽ പിറ്റ് ഈ കാണുന്നതാണ് നമ്മുടെ 100 മീറ്റർ ഓടി. ഞാനും ഫുട്ബോൾ സെബാസ്റ്റ്യനൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഒരു 100 മീറ്ററിൻ്റെ ബാങ്കാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. സ്വിമ്മിങ് ചെയ്തതിനേക്കാളും കഷ്ടമായിട്ടാണ് ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ ഭയങ്കര സങ്കടമാണ്. ഒരുപാട് കാലം ഈ ഗ്രൗണ്ടിൽ ഓടി കളിച്ച് വളർന്നതിനുള്ള സങ്കടം ഇപ്പോഴും നമുക്ക് മനസ്സിലുണ്ട്. ഈ ഗ്രൗണ്ട് ഇങ്ങനെ കാണുമ്പോൾ കോട്ടയത്ത് സ്വിമ്മിംഗ് പൂൾ ഇല്ലെന്നൊരു സങ്കടമാണ്. പക്ഷേ നെഹ്റു സ്റ്റേഡിയത്തിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ മാറിക്കും. വളരെ വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ടേക്ക് ഓഫ് ബോർഡ് കേട്ടോ. ഇപ്പോഴത്തെ ലോങ് ജമ്പിൻ്റെ ടേക്ക് ഓഫ് പഠിക്കുന്ന ബോർഡാണ്. ഇതാണ് ബോർഡിൻ്റെ അവസ്ഥ. ആ ബോർഡ് പോലും എടുത്ത് മാറ്റാൻ വേണ്ടി ആരുമില്ല ഇവിടെ. ഇത് നമ്മുടെ പിറ്റ്, ലോങ് ജമ്പ് പിറ്റ്. നോക്ക്, ലോങ് ജമ്പ് പിറ്റാണോ അങ്ങനെ പാമ്പോ ഉണ്ടോ നമുക്ക് ചെപ്പോൾ കാണാം. ഇതാണ് ഈ അവസ്ഥ. എനിക്ക് കണ്ടിട്ട് തന്നെ സങ്കടം വരും. നമ്മളെ ഗ്യാലറി, ഓപ്പൺ ഗ്യാലറി ഞാൻ വന്നിട്ടുണ്ടോ. നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഓപ്പൺ ഗ്യാലറി എന്തിന് പണിതിട്ടാണ് ഉരുപ്പെടുത്തത്? ചുമ്മാ കുറച്ച് കാശ് കളയുന്നല്ലാതെ ഒരു പ്രയോജനമില്ല. നോക്കിയേ, കുപ്പികൾ മാത്രമേ ഉള്ളൂ, ലഹരി വസ്തുക്കൾ മാത്രം, വേറൊന്നും ഇല്ല ഇവിടെ. ഒന്ന് ക്ലീൻ ചെയ്യാനോ ഒന്നിനും ആർക്കും സമയമില്ല. എനിക്ക് മൊത്തം ഇവിടെ